നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, HSI നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി പഠിച്ചു തുടങ്ങിയാണ് വരും ദിവസങ്ങളിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് പൊളിറ്റിക്കൽ സയൻസ്. ആ പൊളിറ്റിക്കൽ സയൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്രോച്ചസ് ടു ദി സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൻ്റെ സമീപനങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടത് ഒരു കണ്ടന്റ്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അപ്രോച്ചുകൾ നമുക്ക് പഠിക്കണം. അതിലൊന്ന് ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ പരമ്പരാഗത സമീപനം, മറ്റൊരു അപ്രോച്ചാണ് മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ ആധുനിക സമീപനം. അതിനകത്ത് തന്നെ പലതരത്തിലുള്ള അപ്രോച്ചസ് നമ്മൾ പഠിക്കണം. അതിൻ്റെ ഉപജ്ഞാതാക്കളെ പറ്റി, അല്ലെങ്കിൽ അത് കൊണ്ടുവന്നത് ആര്, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തികൾ ആരൊക്കെ, അപ്പോൾ അങ്ങനത്തെയുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് പൊളിറ്റിക്കൽ സയൻസ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ഇൻട്രോ ക്ലാസ് പോലെ നമ്മൾ എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസിൻ്റെ സമീപനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന എന്താണ് അപ്രോച്ചസ്, അല്ലെങ്കിൽ എന്താണ് സമീപനം എന്ന ലോജിക്കിലേക്ക് ആദ്യം പോകണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏതൊരു രാജ്യത്തെയും അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രത്തെയും രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ, ആ രാജ്യത്തെ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ പരിശോധിക്കുന്നതിന് അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നതിന് അവിടുത്തെ കുറച്ച് പണ്ഡിതന്മാർ കാണും, അല്ലേ? അപ്പം ഞാനോ നിങ്ങളോ ആരും ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്നവരാണെങ്കിൽ ആ ഗവേഷകരായിക്കോട്ടെ, പണ്ഡിതന്മാരാണെങ്കിൽ ആ പണ്ഡിതന്മാരായിക്കോട്ടെ, അവരുപയോഗിക്കുന്ന വിവിധ രീതികളുണ്ട്, ആ വിവിധ കാഴ്ചപ്പാടുകളുണ്ട്. അതിനെ പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിനുള്ള സമീപനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ പരിശോധിക്കണം, ആ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്യണമെങ്കിൽ ആ രാജ്യത്തെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ പണ്ഡിതന്മാർ, ആ മറ്റു രാജ്യങ്ങളിലെ ഗവേഷകർ, അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ടുള്ള ഏതൊരു ഗവേഷകനും ആയിക്കോട്ടെ, ഏതൊരു പണ്ഡിതനുമാകട്ടെ, അവരുപയോഗിക്കുന്ന വിവിധ രീതികളുണ്ട്. ആ രീതികളെയും ആ കാഴ്ചപ്പാടുകളെയും പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിനുള്ള സമീപനങ്ങൾ അല്ലെങ്കിൽ അപ്രോച്ചസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സമീപനങ്ങൾ എങ്ങനെയാണ് നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്? അതായത് നമ്മൾ പറഞ്ഞു, പൊളിറ്റിക്കൽ സയൻസ് പണ്ഡിതന്മാരുണ്ട്, നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയ പണ്ഡിതന്മാരെന്ന് പറയാം. രാഷ്ട്രീയ പണ്ഡിതന്മാരുണ്ട്, ഗവേഷകരുണ്ട്. ആ ഗവേഷകർക്കും രാഷ്ട്രീയ പണ്ഡിതന്മാർക്കും എല്ലാം ഈ രാജ്യത്തെ, ഒരു രാഷ്ട്രത്തെ രാഷ്ട്രീയം മനസ്സിലാക്കണം, അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റണം. അങ്ങനെ ആ രാജ്യത്തെ രാഷ്ട്രീയം മനസ്സിലാക്കാനും ആ രാഷ്ട്രീയത്തെ വ്യാഖ്യാനിക്കാനും കഴിയുന്ന വ്യത്യസ്ത വീക്ഷണങ്ങൾ നൽകാൻ ഈ പറയുന്ന അപ്രോച്ചസ് ആണ് നമ്മളെ സഹായിക്കുന്നത്. ആ അപ്രോച്ചസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ A to Z കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ പൊളിറ്റിക്കൽ സയൻസിൻ്റെ, അതായത് PS എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ് ആണ്, നമ്മൾ ഷോർട്ടായിട്ട് പറയുകയാണ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ സമീപനങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് പരമ്പരാഗത സമീപനം എന്ന് പറയും, ട്രഡീഷണൽ അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് പരമ്പരാഗത സമീപനം, രണ്ടാമത്തത് ആധുനിക സമീപനം അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ സമീപനങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് പരമ്പരാഗത സമീപനം അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച്, മറ്റൊരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മോഡേൺ അപ്രോച്ചാണ്, ആധുനിക സമീപനമാണ്. അപ്പം ഇവിടെ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ടത് ഈ പറയുന്ന പരമ്പരാഗത സമീപനം അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ചിൽ നമുക്ക് പഠിക്കേണ്ട, നമ്മുടെ സിലബസിലുള്ള 4 പ്രധാനപ്പെട്ട അപ്രോച്ച്. ഒന്ന് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ചരിത്രപരമായ സമീപനം. രണ്ടാമത്തത് ഫിലോസഫിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായ സമീപനം. മൂന്നാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്ന സ്ഥാപനപരമായ സമീപനം. നാലാമത്തതാണ് ലീഗൽ അപ്രോച്ച് അല്ലെങ്കിൽ നിയമപരമായ സമീപനം. അപ്പം 4 പ്രധാനപ്പെട്ട അപ്രോച്ചുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഏത് അപ്രോച്ചിലാണ്? ട്രഡീഷണൽ അപ്രോച്ച്. അടുത്ത രണ്ടാമത്തത് മോഡേൺ അപ്രോച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഈ മോഡേൺ അപ്രോച്ചിൽ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കേണ്ട 2 പ്രധാനപ്പെട്ട അപ്രോച്ചുകളാണ് ഉള്ളത്. ഒന്ന് ബിഹേവിയറൽ അപ്രോച്ചും മറ്റൊന്ന് പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചും. ഈ മോഡേൺ അപ്രോച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ മറ്റു 2 പ്രധാനപ്പെട്ട അപ്രോച്ചുകളുണ്ട്. ഒന്ന് സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞൊരു അപ്രോച്ച് ഉണ്ട്, നമുക്ക് പഠിക്കാനില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. മോഡേൺ അപ്രോച്ചിൽ വരുന്ന 4 പ്രധാനപ്പെട്ട അപ്രോച്ചിൽ 2 എണ്ണമാണ് നമ്മുടെ സിലബസിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കേണ്ടത്, ബിഹേവിയറൽ അപ്രോച്ചും പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചും. അപ്പം നമുക്ക് ഈ പറഞ്ഞേക്കുന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ അപ്രോച്ചിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ട്രഡീഷണൽ അപ്രോച്ചും മോഡേൺ അപ്രോച്ചും എന്ന് പറഞ്ഞു. അതിൽ ഈ പറയുന്ന ട്രഡീഷണൽ അപ്രോച്ചിനെ തന്നെ 4ആയി തരംതിരിക്കുന്നു.
മോഡേൺ അപ്രോച്ചിനെ പ്രധാനമായി രണ്ടായി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഈ ട്രഡീഷണൽ അപ്രോച്ച്, അതായത് ട്രഡീഷണൽ അപ്രോച്ചസ് ടു ദി സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിന്റെ പരമ്പരാഗതമായിട്ടുള്ള സമീപനങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഏത് രാഷ്ട്രം എടുത്താലും നമ്മുടെ നഗരരാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നഗരരാഷ്ട്രങ്ങൾ. ആ നഗരരാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന കൺസെപ്റ്റിൽ നിന്നാണ് ഇന്ന് നാം കാണുന്ന പല രാജ്യങ്ങളുടെയും പല രാഷ്ട്രങ്ങളുടെയും രൂപീകരണത്തിന്റെ ബേസ് എന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് വേണ്ടത് ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിനായിട്ടുള്ള ഒരു പരമ്പരാഗത സമീപനം ഉണ്ടല്ലോ, അതായത് ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥകൾ, ആ രാജ്യത്തെ, ഇപ്പം ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ എടുക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന രാജ്യത്തെ എടുക്കുന്നു, അല്ലെങ്കിൽ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യത്തെ എടുക്കുമ്പം അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥകളെ മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്, ആ രാജ്യത്തെ പ്രധാനപ്പെട്ട പെരുമാറ്റം, അതായത് ഒരിക്കലും ഒരു വ്യക്തിയുടെ പെരുമാറ്റം എന്നല്ല നമ്മൾ പറയുന്നത്, പൊളിറ്റിക്കൽ സയൻസിലെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പെരുമാറ്റം എന്നിവ വിശകലനം ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള ക്ലാസിക്കൽ രീതിയെ അറിയപ്പെടുന്ന പേരാണ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യകാല നഗരരാഷ്ട്രങ്ങൾ ഉണ്ടായ സമയത്ത് അവിടെ നീതി ഉണ്ടായിരുന്നു, തുടക്കത്തിലെ നീതി ഉണ്ടായിരുന്നു, അവിടെ നീതിന്യായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, ജനങ്ങളുടെ പൊതുനന്മയായിരുന്നു നഗരരാഷ്ട്രങ്ങളെല്ലാം കൂടുതൽ ഫോക്കസ് കൊടുത്തത്. അപ്പൊ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഈ വന്ന അല്ലെങ്കിൽ ഇപ്പോൾ 2025 രാജ്യങ്ങളും രാഷ്ട്രങ്ങളും ഫോക്കസ് കൊടുക്കുന്നത്. എന്തിനാ? നീതിക്കും ന്യായത്തിനും പൊതുനന്മയ്ക്കും വേണ്ടി മാത്രമാണ്. അപ്പൊ നീതിയും ന്യായവും പൊതുനന്മയും കൈവരിക്കുന്നതിന്, ഒരു രാജ്യം കൈവരിക്കുന്നതിന് രാഷ്ട്രീയ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായി ചെയ്യാൻ സാധിക്കുമോ, അതോ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനുള്ള ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ് എന്ത് ശ്രമിക്കുന്നത്, ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസിന്റെ ട്രഡീഷണൽ അപ്രോച്ച് ശ്രമിക്കുന്നത്. അതാണ് ഇനി നമ്മൾ പറയാൻ വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ ട്രഡീഷണൽ അപ്രോച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ, അതായത് പരമ്പരാഗത പൊളിറ്റിക്കൽ സയൻസിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പലപ്പോഴും എല്ലായ്പ്പോഴും ഗവൺമെന്റുകൾ മാത്രമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ ഗവൺമെന്റുകൾ ഉണ്ടാക്കുന്ന സമയത്തുള്ള നിയമനിർമ്മാണ സഭകള്, ആ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥകള് തുടങ്ങിയ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഘടന, ആ ഒരു പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അല്ലാതെ മറ്റു വ്യവസ്ഥയിലേക്ക്, നിയമനിർമ്മാണ സഭകളല്ലാതെ, ഗവൺമെന്റ് അല്ലാതെ, ആ രാജ്യത്തെ നിയമവ്യവസ്ഥകളല്ലാതെ മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ഇപ്പൊ പരമ്പരാഗത നമ്മൾ പറഞ്ഞേക്കുന്ന ട്രഡീഷണൽ പൊളിറ്റിക്കൽ സയൻസ് എല്ലായ്പ്പോഴും, പലപ്പോഴും എന്നല്ല എല്ലായ്പ്പോഴും ഫോക്കസ് കൊടുക്കുന്നത് ഗവൺമെന്റുകൾ, നിയമനിർമ്മാണ സഭകൾ, നിയമവ്യവസ്ഥകൾ തുടങ്ങിയ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ഘടനകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നതാണല്ലോ ആധുനിക സമീപനം. അപ്പൊ ഈ പറയുന്ന ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ പരമ്പരാഗത സമീപനത്തിലെ ഒന്നാമത്തെ ആസ്പെക്ട് അല്ലെങ്കിൽ അപ്രോച്ചാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. എന്താ ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്? നമ്മൾ മലയാളത്തിൽ പറയും ചരിത്രപരമായ സമീപനം എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഒരു രാജ്യത്ത്, ഒരു രാഷ്ട്രത്ത്, അല്ലെങ്കിൽ ഇന്ത്യ എടുത്തോ അമേരിക്ക എടുത്തോ ഏത് രാജ്യങ്ങളെടുത്തോ 193 അംഗരാജ്യങ്ങളാണ് UN, ഐക്യരാഷ്ട്ര സംഘടന എന്നറിയപ്പെടുന്ന UNനുള്ള 193 അംഗരാജ്യങ്ങളുണ്ട്. ഈ 193ാമത്തെ അംഗരാജ്യം എന്നറിയപ്പെടുന്നത് സൗത്ത് സുഡാനാണ്. ആ സൗത്ത് സുഡാനിൽ ഒരു തലസ്ഥാനമുണ്ട്. സൗത്ത് സുഡാന്റെ തലസ്ഥാനമാണ് ജുബ. അതൊക്കെ ഓർത്തു നോക്കുക. അപ്പൊ ഇവിടെ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ചരിത്രപരമായ സംഭവങ്ങൾ, ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ മുൻകാല രാഷ്ട്രീയ തത്വചിന്തകളുടെ ചിന്തകളും ആ രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവങ്ങളും ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെയും ആശയങ്ങളുടെയും വികാസം പരിശോധിക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ചരിത്രപരമായ സമീപനം. നമ്മൾ പഠിക്കും, ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്രസന്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നതാണ് ഹിസ്റ്ററി. പ്രസന്റ് പൊളിറ്റിക്സ് ഈസ് ദി പാസ്റ്റ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ രാഷ്ട്രീയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ചരിത്രമായിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ഈ രാജ്യത്ത്, ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് ഇപ്പോഴുള്ള പൊളിറ്റിക്സ് ആണ് പിന്നീട് ഹിസ്റ്ററി ആയിട്ട് മാറുന്നത്. അപ്പൊ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമ്മൾ പറയും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണം ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ പഠിക്കത്തില്ലേ,
ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഇതെല്ലാം ഒരു സമയത്ത് ഈ പറയുന്ന ഇന്ത്യയിൽ ഒരു സമയത്ത് നടന്ന ചരിത്രങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഇൻസിഡന്റ് ആണ്, പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ആണ്. അത് പിന്നീട് എന്തായിട്ട് മാറുന്നു? ഹിസ്റ്ററി ആയിട്ട് മാറുന്നു. അപ്പൊ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ മുൻകാല രാഷ്ട്രീയ തത്വചിന്തകളുടെ ചിന്തകളും അതിൻ്റെ ആശയങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെയും ആശയങ്ങളുടെയും വികാസം പരിശോധിക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ചരിത്രപരമായ സമീപനം. നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളെയും ചരിത്രപരമായിട്ടുള്ള സന്ദർഭങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി പൊളിറ്റിക്കൽ സയൻസ് വിശകലനം നടത്തുന്നു, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ചരിത്രപരമായ സമീപനം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ചരിത്രത്തിലുടനീളം ധാരാളം രാഷ്ട്രീയ ആശയങ്ങളുണ്ടാവും, ധാരാളം വ്യവസ്ഥകളുണ്ടാവും, ധാരാളം സ്ഥാപനങ്ങളുണ്ടാവും. അപ്പൊ ആ സ്ഥാപനങ്ങളും ഈ ആശയങ്ങളും ഈ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം എങ്ങനെ വികസിച്ചു എന്ന് മനസ്സിലാക്കാൻ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ശ്രമിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു. കാരണം വേറെ ഒന്നുമില്ല. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പം ഇന്ത്യയിലൊരു നിയമനിർമ്മാണ സഭയുണ്ട്, കേരളത്തിലൊരു നിയമനിർമ്മാണ സഭയുണ്ട്. കേരളത്തിലെ ആദ്യ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയാണ്. 1888 നിലവിൽ വന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയിലെ അല്ല, കേരളത്തിലെ ആദ്യ നിയമനിർമ്മാണ സഭ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ 1888. അതൊരു സ്ഥാപനമാണ്, നിയമനിർമ്മാണ സഭയാണ്. അപ്പൊ അത് ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു? ആദ്യകാലത്ത് ആ നിയമനിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? അന്നത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലല്ലയോ ആ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളെ ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നീട് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് നിയമനിർമ്മാണ സഭയുടെ അംഗങ്ങളുടെ എണ്ണം കൂടണം. അപ്പൊ നിയമനിർമ്മാണ സഭയിൽ മാറ്റമുണ്ടായി അംഗങ്ങളുടെ കാര്യത്തിൽ. നിയമങ്ങളിൽ മാറ്റമൊന്നുമില്ല, ആ നിയമങ്ങളുടെ മുകളിൽ പുതിയ പുതിയ നിയമങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്ഡേറ്റ് ആകുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിർത്തി നിർണയ കമ്മീഷൻ എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയി പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കാൻ പോകുന്ന ഒരു ഏരിയയാണ് നമ്മൾ അതിർത്തി നിർണയ കമ്മീഷൻ. എന്താ ഈ അതിർത്തി നിർണയ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു ലോജിക്ക്? ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ MP-മാരെ എടുക്കുമ്പം ചില സംസ്ഥാനങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് 15 ലക്ഷം ജനങ്ങൾക്ക് അല്ലെങ്കിൽ 12 ലക്ഷം ജനങ്ങൾക്കൊക്കെയാണ് ഒരു MP എന്ന് വെച്ചാൽ ആ 10 ലക്ഷം അല്ലെങ്കിൽ 9 ലക്ഷം അല്ലെങ്കിൽ ഈ പറയുന്ന 8 ലക്ഷം ജനങ്ങളെയാണ് ഒരു MP പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഒഴിവാക്കണം. ജനസംഖ്യ അടിസ്ഥാനത്തിൽ MP-മാരുടെ മെമ്പർ ഓഫ് പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണം കൂട്ടണം. അതാണ് ഈ പറയുന്ന അതിർത്തി നിർണയ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന ചരിത്രമാണ്. ഇപ്പോഴത്തെ പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുക, ഇപ്പോൾ നടക്കുന്ന. അത് പിന്നീട് എന്താവും? ഒരു ചരിത്രമായി മാറും. 2030 2025 നടക്കുന്നത് ചരിത്രമായിട്ട് മാറും. അപ്പൊ ചരിത്രത്തിൽ ഉടനീളം രാഷ്ട്രീയ ആശയങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. എന്നിവ എങ്ങനെ വികസിച്ചു എന്ന് മനസ്സിലാക്കാൻ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് സഹായിക്കുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഈ പറയുന്ന ട്രഡീഷണൽ അപ്രോച്ചിലെ അല്ലെങ്കിൽ ഈ പറയുന്ന പരമ്പരാഗത സമീപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനമായ ചരിത്രപരമായ സമീപനത്തിലെ പ്രമുഖ വ്യക്തികളാണ് സബീൻ, ഓഷോട്ട്, മാക്കിയവെല്ലി ആൻഡ് മോണ്ടസ്ക്യൂ. മോണ്ടസ്ക്യൂവിനെ പറ്റി നമുക്കറിയാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്താണ് മോണ്ടസ്ക്യൂവിന്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സബീൻ, ഓഷോട്ട്, മാക്കിയവെല്ലി, മോണ്ടസ്ക്യൂ തുടങ്ങിയ ആളുകൾ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ചരിത്രപരമായ സമീപനത്തിന്റെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ്. അതൊന്ന് പ്രധാനമായിട്ട് നോട്ട് ചെയ്യണം. ഇനി ജോർജ് H. സാബിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ജോർജ് H. സാബിൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി. എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി എന്ന പുസ്തകം എഴുതിയത് ജോർജ് H. സാബിൻ ആണ്. അദ്ദേഹം ഈ പറയുന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് പുരാതന ഗ്രീസ് മുതൽ ഫാസിസവും നാസിസവും വരെയുള്ള, അതായത് ഫാസിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫാസിസം, നാസിസം എന്നറിയപ്പെടുന്ന രണ്ട് സംവിധാനത്തെ പറ്റി നമ്മൾ പഠിക്കും അല്ലേ? ഇറ്റലിയുമായി ബന്ധപ്പെട്ടത്, മുസോളിനിയുമായി ബന്ധപ്പെട്ടത്, അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടത്, ജർമ്മനിയുമായി ബന്ധപ്പെട്ടതെന്നൊക്കെ പഠിക്കത്തില്ലേ? നാസിസം ജർമ്മനിയാണ്, അഡോൾഫ് ഹിറ്റ്ലറാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വക്താവെങ്കിൽ ഫാസിസം ഇറ്റലിയിലാണ് ഉണ്ടാകുന്നത്, ബെനിറ്റോ മുസോളിനിയാണ് അതിൻ്റെ പ്രമുഖ വക്താവായിട്ടുള്ളത്. അപ്പൊ അവിടെ ഈ പറയുന്ന ജോർജ് H. സാബിൻ എഴുതിയ എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി എന്ന പുസ്തകം പ്രതിപാദിക്കുന്നത് പുരാതന നഗരരാഷ്ട്രങ്ങളായ ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളെ പറ്റി മുതൽ ഈ പറയുന്ന ഫാസിസവും നാസിസവും വരെയുള്ള ചരിത്രത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു വിവരണം നൽകുന്നു. അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കൽ സമീപനമാണ്. ചരിത്രപരമായുള്ള സമീപനത്തിന് പ്രധാനപ്പെട്ട ഒരു പുസ്തകമായി നമുക്ക് ഇതിനെ പരിഗണിക്കാം. എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറിയെ പരിഗണിക്കാം. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക.
ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആയല്ലോ. അപ്പോൾ ഇന്ന് HSA വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ടത് ഒന്ന് സിലബസ് കണ്ടന്റ് പഠിക്കണം, ഈ ക്ലാസ് കാണണം, ഇതിൻ്റെ PDF നോട്ട് കമ്പൽസറി ആയി വായിക്കണം, രാവിലെ പബ്ലിഷ് ചെയ്തേക്കുന്ന കറണ്ട് അഫേഴ്സ് വായിക്കണം, പഠിക്കണം. ദെൻ ഡെയിലി വർക്കൗട്ട്, ഇന്ന് എന്തൊക്കെ കണ്ടന്റ് വർക്കൗട്ട് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ടോ അതെല്ലാം കമ്പൽസറി ആയി ഉറപ്പായും പഠിക്കണം. അതിനോടൊപ്പം മൈക്രോ PDF, പ്രിന്റഡ് നോട്ട് കൂടാതെ മൈക്രോ PDFും പഠിക്കണം. ഇതെല്ലാം പഠിച്ച് ഈ ക്ലാസ് കാണണം, ഈ ക്ലാസ് നോട്ട് പഠിക്കണം, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ് പഠിക്കണം, ഇന്ന് തന്നിട്ടുള്ള ഏതൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ, ഏതൊക്കെ ക്ലാസ് കണ്ടന്റ് ഉണ്ടോ അതെല്ലാം പഠിക്കണം. അതിനുശേഷം ഇന്നത്തെ ദിവസം രാത്രി 9 മണിക്ക് ഇതിൻ്റെ എക്സാം, ഇത്രയും പഠിച്ചതിൻ്റെ എക്സാം വർക്കൗട്ട് ബാച്ചിലാണ് നടത്തുന്നത്. കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലല്ല, HSA സോഷ്യൽ സയൻസിൻ്റെ വർക്കൗട്ട് ബാച്ചിലാണ് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ HSA ജൂനിയർ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യുക ആരെങ്കിലും, ഏതെങ്കിലും പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ വർക്കൗട്ട് ബാച്ച് സോഷ്യൽ സയൻസ് ആണ് ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ സോഷ്യൽ സയൻസ്, അതിനുശേഷം നിങ്ങളുടെ പേര് എന്നിവ വേണം വാട്സപ്പായി മെസ്സേജ് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സമീപനത്തെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് ഈ പറയുന്ന ചരിത്രപരമായിട്ടുള്ള സമീപനം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിന് ധാരാളം വിമർശനങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പറഞ്ഞ ചരിത്രപരമായിട്ടുള്ള സമീപനത്തിന് വിമർശനങ്ങൾ വന്നതുകൊണ്ടാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് ഉണ്ടാവുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ഉണ്ടാവുന്നത്, ലീഗൽ അപ്രോച്ച് ഉണ്ടാവുന്നത് കൊണ്ടാണ്. അപ്പൊ ചരിത്രപരമായ സമീപനത്തിന് ധാരാളം വിമർശനങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്, പൊളിറ്റിക്കൽ സയൻസിന്റെ പഠനത്തിൽ ചരിത്രപരമായിട്ടുള്ള സമീപനത്തിന് എല്ലായ്പ്പോഴും പരിമിതികളുണ്ട്. കാരണം എന്താ, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചരിത്രപരമായിട്ടുള്ള വസ്തുതകളെ അടിസ്ഥാനമാക്കി മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ല. പൊളിറ്റിക്കൽ സയൻസ് എന്ന പ്രത്യേകത അപ്ഡേറ്റ് ആകുന്ന, ഇപ്പൊ പുതിയ ഒരു നിയമ സംവിധാനത്തെ പറ്റി അല്ലെങ്കിൽ ഒരു രാജ്യത്ത് പുതിയൊരു പട്ടാള ഭരണം, ഒരു പട്ടാള അട്ടിമറി നടക്കുന്നുവെങ്കിൽ ആ രാജ്യത്ത് ഈ പറയുന്ന രാഷ്ട്രീയം, ആ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനം, ആ രാജ്യ നിയമനിർമ്മാണ സംവിധാനം, ഇപ്പൊ താലിബാൻ എന്നറിയപ്പെടുന്ന സംഘടനയോ ആക്രമണവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ താലിബാൻ ആക്രമണം നടന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുകയിൽ അവിടെ നിലനിൽക്കുന്ന ജനാധിപത്യ ഗവൺമെന്റിനെ മാറ്റിയതിനു ശേഷമാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് അവിടെ എന്ത് ചെയ്യുന്നത്, ഭരണം നടത്തുന്നത്. അപ്പൊ ആ പറയുന്ന ജനാധിപത്യ ഭരണ സംവിധാനങ്ങളെ മാറ്റിക്കൊണ്ട് പുതിയൊരു ഭരണ സംവിധാനങ്ങൾ വരുന്നു. പുതിയൊരു രാജ്യം ഉണ്ടാകുക എന്നല്ല പറഞ്ഞേക്കുന്നത്, അവിടുത്തെ നിയമനിർമ്മാണം, അവിടുത്തെ ജനാധിപത്യ സംവിധാനം, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം മാറുന്നു. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ഒരിക്കലും ചരിത്രപരമായി 1995 ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ല നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ സയൻസിന്റെ പഠനത്തിൽ ഈ പറഞ്ഞ ചരിത്രപരമായിട്ടുള്ള സമീപനത്തിന് ധാരാളം പരിമിതികളുണ്ട്. ആ പരിമിതികൾ മാറ്റി, അല്ലെങ്കിൽ ആ പരിമിതികളിൽ നിന്ന് മാറിയാണ് ഈ പറഞ്ഞ ഫിലോസഫിക്കൽ അപ്രോച്ച് വരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് വരുന്നു, ലീഗൽ അപ്രോച്ച് വരുന്നു. ഇവിടെ തന്നെ ട്രഡീഷണൽ അപ്രോച്ചിൽ തന്നെ എന്നിട്ടും അപ്ഡേഷൻ ഉണ്ടോ? ഇല്ല. ആ അപ്ഡേഷൻ ആയിട്ടാണ് പിന്നീട് എന്ത് വരുന്നത്, മോഡേൺ അപ്രോച്ചിൽ ഈ പറയുന്ന ബിഹേവിയറൽ അപ്രോച്ച് വരുന്നത്, പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് വരുന്നത്. അപ്പൊ ഇനി ഈ പറഞ്ഞ ചരിത്രപരമായിട്ടുള്ള സമീപനത്തിനെ പറ്റി പറയുമ്പം ആധുനിക ലോകം നമുക്കറിയാം, എപ്പോഴും ഒരു മോഡേൺ വേൾഡിന് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നോക്കൂ, ഒരു രാജ്യത്തെ എടുക്കുക, ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു ഉദ്യോഗാർത്ഥിയാണല്ലോ. നമ്മൾ ഒരു ഉദ്യോഗാർത്ഥിയാകുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ ആവശ്യപ്പെടുന്ന ജോലി നൽകാൻ ഗവൺമെന്റിന്, ആ രാജ്യത്തിന് കഴിയുന്നില്ല. ഇവിടുത്തെ ഡോക്ടർമാര്, ഇവിടുത്തെ നഴ്സുമാര്, ഇവിടുത്തെ എഞ്ചിനീയർമാര് മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടി? ജോലിക്ക് വേണ്ടി പോവുക. അപ്പൊ ഇവിടുത്തെ അവർക്ക് ആവശ്യമുള്ള വരുമാനം കൊടുക്കാൻ, അവർക്ക് ആവശ്യമുള്ള സംവിധാനങ്ങൾ കൊടുക്കാൻ, അവർക്ക് ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഒരുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന്, അത് ഏത് രാജ്യത്തെ ആയിക്കോട്ടെ, ആ രാജ്യത്തെ ഗവൺമെന്റിനോ ആ സംസ്ഥാന ഗവൺമെന്റിനോ പറ്റാതെ വന്നാൽ അവർ മറ്റൊരു ഓപ്ഷൻ തേടി പോകും. അതാണ്. അപ്പൊ ആധുനിക ലോകത്ത് ധാരാളം സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഒരിക്കലും ഈ പറയുന്ന ചരിത്രപരമായിട്ടുള്ള വീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പണ്ഡിതന്മാർ വിമർശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ചരിത്രപരമായിട്ടുള്ള സമീപനത്തിന് അല്ലെങ്കിൽ ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിന് ബദലായി ഫിലോസഫിക്കൽ അപ്രോച്ച് വരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് വരുന്നു, ലീഗൽ അപ്രോച്ച് അതും കഴിഞ്ഞ് പിന്നെയും വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ രണ്ടാമത്തെ അപ്രോച്ചിലേക്ക് നമ്മൾ പോവുകയാണ്. തത്വശാസ്ത്രപരമായ അപ്രോച്ച് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ അപ്രോച്ച് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, രാഷ്ട്രം അല്ലെങ്കിൽ ഗവൺമെന്റ്, അധികാരം, സമൂഹം. ഒരു രാജ്യത്ത് ഒരു രാഷ്ട്രമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രത്ത് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റിന്റെ അധികാരം, ആ അധികാരം ഉപയോഗിച്ച് ആ സമൂഹത്തെ ആ ഗവൺമെന്റ് നിയന്ത്രിക്കുക എന്നിവയെക്കുറിച്ച് പൊളിറ്റിക്കൽ സയൻസിന് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് തത്വചിന്തയുടെ ലെൻസിലൂടെ,
ഫിലോസഫിയുടെ ലെൻസിലൂടെ പരിശോധിക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് തത്വശാസ്ത്രപരമായ സമീപനം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിലെ തത്വശാസ്ത്രപരമായിട്ടുള്ള സമീപനം എല്ലായ്പ്പോഴും അവിടുത്തെ രാഷ്ട്രീയ തീരുമാനങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ നയങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ധാർമ്മിക പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം ധാർമ്മികതയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫിലോസഫിക്കൽ അപ്രോച്ച്, തത്വചിന്തയുടെ ധാർമ്മിക പ്രതിസന്ധികളെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഈ പറഞ്ഞ ഫിലോസഫിക്കൽ അപ്രോച്ച്. പിന്നെ നമുക്ക് വേണ്ടത് രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ വിലയിരുത്തുന്നതിന് ധാരാളം ധാർമ്മിക മൂല്യങ്ങളുണ്ട്. ആ രാഷ്ട്രത്തെ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടി ധാർമ്മിക മൂല്യങ്ങൾ അടിസ്ഥാനത്തിലാകണം. ഇതാണ് ഈ പറയുന്ന ഫിലോസഫിക്കൽ അപ്രോച്ചിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. രാഷ്ട്രീയ സമൂഹങ്ങളെ വിലയിരുത്താൻ മൂല്യങ്ങൾ അനിവാര്യവും അടിസ്ഥാനവുമാണെന്നാണ് ഈ സമീപനം ഊന്നി പറയുന്നത്. അപ്പൊ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു വാക്ക് ധാർമ്മിക മൂല്യങ്ങൾ. വാല്യൂസിനകത്ത് നമുക്ക് മോറൽ വാല്യൂസിനാണ് കൂടുതൽ പ്രയോറിറ്റി എവിടെ കൊടുക്കുന്നത്? ഈ പറയുന്ന ഫിലോസഫിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായ സമീപനത്തിൽ പറയുന്നത്. ഈ തത്വശാസ്ത്രപരമായ സമീപനത്തിലെ പ്രമുഖ വ്യക്തികളാണ് ഐസായ ബെർലിൻ, ലിയോ സ്ട്രോസ് തുടങ്ങിയ വ്യക്തികൾ ഈ ഫിലോസഫിക്കൽ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന ഫിലോസഫിക്കൽ അപ്രോച്ചുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്തെ, ഒരു രാഷ്ട്രത്തെ, രാഷ്ട്രീയ സമൂഹത്തിൽ രാജ്യത്തെ ധാർമ്മിക അടിത്തറ, അതൊരു മോറൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ധാർമ്മികമായ ഒരു ഫൗണ്ടേഷൻ അടിത്തറ ആ രാജ്യത്ത് സ്ഥാപിക്കുക. സ്വാതന്ത്ര്യം, ധാർമ്മികത, നീതി. നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യകാല സംവിധാനത്തെ, ആദ്യകാല രാജ്യങ്ങൾ എടുക്കുമ്പം ആ രാജ്യങ്ങളിലൊക്കെ അമേരിക്കൻ വിപ്ലവം എടുത്തു, ചൈനീസ് വിപ്ലവം എടുത്തു, റഷ്യൻ വിപ്ലവം ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ അവിടുത്തെ പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം, ആ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ ആവശ്യം അവർക്ക് സ്വാതന്ത്ര്യം വേണം, അവർക്ക് സമത്വം വേണം, അവർക്ക് നീതി ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് അവർ ഈ പറയുന്ന എന്ത് സ്ട്രഗിൾ എല്ലാം ചെയ്തത്. അപ്പോൾ രാഷ്ട്രീയ സമൂഹത്തിൽ ധാർമ്മിക അടിത്തറ സ്ഥാപിക്കാൻ, അവിടുത്തെ രാജ്യത്തെ സ്വാതന്ത്ര്യം, ആ രാജ്യത്തെ ജനങ്ങളുടെ ധാർമ്മികത, ആ രാജ്യത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുക തുടങ്ങിയ ആശയങ്ങൾ പ്രചരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഐസായ ബെർലിനും ലിയോ സ്ട്രോസും ഒക്കെ ശ്രമിച്ചത്. ഇതാണ് ഈ സിദ്ധാന്ത ഫിലോസഫിക്കൽ അപ്രോച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത മൂന്നാമത്തെ അപ്രോച്ചാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയും. സ്ഥാപനപരമായ സമീപനം എന്നാ പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ഈ പറയുന്ന ഈ ഒരു സ്ഥാപനപരമായിട്ടുള്ള അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ നമ്മൾ എടുക്കുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട, നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പം ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ ഞാൻ പറയുന്ന 3 കൺസെപ്റ്റ്: ജുഡീഷ്യറി, ഒന്നാമത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത്. ലെജ് എന്ന് പറയും ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നിയമനിർമ്മാണം, നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവ്, അത് നടപ്പിലാക്കുന്ന സംവിധാനം. മൂന്നാമത്തെ ജുഡീഷ്യറി എന്നറിയപ്പെടുന്നത്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇത് മൂന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ ഇവിടെ ഏത് രാഷ്ട്രം എടുത്തോ ആ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ആ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥാപനങ്ങളായ ഗവൺമെന്റിന്റെ വിവിധ ബ്രാഞ്ചുകളുണ്ട്, ശാഖകളുണ്ട്. ഗവൺമെന്റിന്റെ വിവിധ ശാഖകൾ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യർ എന്നറിയപ്പെടുന്ന കൺസെപ്റ്റാണ്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഗവൺമെന്റിന്റെ 3 ശാഖകൾ എന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തെ എടുക്കുക. ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങളെല്ലാം നിർമ്മിക്കുന്നത് ലെജിസ്ലേച്ചറിലാണ്. ആ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്. ആ നിയമങ്ങൾ നടപ്പിലാകാതിരിക്കുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെ നടപ്പിലാക്കാൻ ഒരു ജുഡീഷ്യറി ഉണ്ട്. അതാരും പാലിച്ചില്ല. ഇപ്പൊ നോക്കൂ, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു നിയമം ഗതാഗത സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയും. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ പോവുകയാണ്, ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നു. അപ്പൊ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കരുത് എന്നൊരു നിയമം ഉണ്ടാക്കി വെച്ചപ്പോൾ ഉണ്ട്, അത് ലെജിസ്ലേച്ചറാണ്. അപ്പൊ അത് നമ്മൾ അനുസരിക്കുന്നില്ല എങ്കിൽ എക്സിക്യൂട്ടീവ് നമ്മളെ അനുസരിപ്പിക്കാൻ പറ്റുക. അത് നമ്മൾ അനുസരിച്ചില്ല, അവിടെ അവർ പറഞ്ഞപ്പോഴും നമ്മൾ അനുസരിച്ചില്ല എങ്കിൽ നമുക്കുള്ള ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റി അല്ലെങ്കിൽ എന്താണോ പെറ്റി നമുക്ക് കിട്ടുന്നു. ഈ ഒരു ഓർഡറാണ് എല്ലായിടത്തും സംവിധാനം. ഇതാണ് നമ്മൾ പറഞ്ഞ ഗവൺമെന്റിന്റെ വിവിധ ശാഖകളുണ്ട്. ഗവൺമെന്റിന് വിവിധ തലങ്ങളുണ്ട്. അതിൽ ഫെഡറൽ സംവിധാനം, ഫെഡറൽ ഗവൺമെന്റ് എന്ന് നമ്മൾ പറയും. സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മൾ പറയും. ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയത്തില്ല. ഗവൺമെന്റ് തന്നെ വിവിധ തലങ്ങൾ. ഇനി അവിടെ വിവിധ തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളുണ്ട്.
ഒരു രാജ്യം എടുക്കുവാണെങ്കിൽ ആ രാജ്യത്ത് രാജവാഴ്ചയായിരിക്കും ചിലപ്പം ഫോളോ ചെയ്യുന്നത്. ഒരു രാജ്യം എടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ പട്ടാള ഭരണമായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഒരു രാജ്യം എടുക്കുമ്പോൾ അവിടുത്തെ ജനാധിപത്യ സംവിധാനമായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വിവിധ തരങ്ങളായിട്ടുള്ള സ്ഥാപനപരമായിട്ടുള്ള സമീപനം എന്നിവ പരിശോധിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമീപനമാണ് ഈ സ്ഥാപനപരമായ സമീപനം. ഈ ഒരു ഏരിയ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് പഠിക്കുന്നത്. വരും ക്ലാസ്സിൽ അത് എടുത്തോളാം. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അത് എടുത്തോളാം. ഓക്കെ. ദെൻ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ സമീപനത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് ഡെർമൻ ഫിനർ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഹെർമൻ ഫിനർ അല്ലെങ്കിൽ ഡെർമൻ ഫിനർ, ആർതർ ബെൻലി ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. മൗറിസ് ഡുവർഗർ, ഈ ഇദ്ദേഹത്തെ പ്രധാനപ്പെട്ടതാണ്. മൗറിസ് ഡുവർഗർ എന്നിവ ഈ പറയുന്ന ഫിലോസഫിക്കൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലൂടെ, ഈ സമീപനത്തിലൂടെ ആ രാജ്യത്തെ, ആ രാഷ്ട്രത്തെ, രാഷ്ട്രീയത്തിൻ്റെ സംഘടനാപരവും ഘടനാപരവുമായ വശങ്ങൾ വിവരിക്കാൻ, ആ ഘടനാപരമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള കണ്ടന്റ് വശങ്ങൾ മനസ്സിലാക്കുന്നതിനും ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാപനപരമായ സമീപനം നമ്മളെ സഹായിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ അപ്രോച്ചാണ് ഈ പറയുന്ന ട്രഡീഷണൽ അപ്രോച്ചിലെ ലീഗൽ അപ്രോച്ച് അല്ലെങ്കിൽ നിയമപരമായ സമീപനം. ആ പേരിൽ നിങ്ങൾക്ക് ഒരു ലോജിക് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഒരു ഗവൺമെന്റ് സംവിധാനത്തെ നമ്മൾ എടുക്കുമ്പം അല്ലെങ്കിൽ രാജ്യത്തെ, ഒരു രാഷ്ട്രത്തെ എടുക്കുമ്പം പ്രധാനമായിട്ടും രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉണ്ടാവും അല്ലെ? ആ രാഷ്ട്രീയ സംവിധാനങ്ങളെയും അവിടുത്തെ ഗവൺമെന്റുകളെയും മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രക്രിയകൾ, ആ രാഷ്ട്രീയ പ്രക്രിയകളും പ്രവർത്തനങ്ങളും രൂപപ്പെടുത്തുന്നതിൽ, അതിനെ നിയന്ത്രിക്കുന്നതിൽ ധാരാളം നിയമങ്ങളുണ്ട്. ഇപ്പോൾ രാജ്യത്തെ എടുക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അത് ഈ പറയുന്ന ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി സിസ്റ്റം വഴി ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ നിയമങ്ങൾ നിർമ്മിക്കണം. അങ്ങനെ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ അവിടെ ഒരു ഭരണഘടന ഉണ്ടാകും. ആ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിയമസ്ഥാപനങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ നിയമങ്ങൾ, അവിടുത്തെ ആ രാജ്യത്തെ ഭരണഘടന, ആ രാജ്യത്തെ നിയമസ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്ക് പരിശോധിക്കുന്ന സമീപനമാണ് നിയമപരമായ സമീപനം അല്ലെങ്കിൽ ലീഗൽ അപ്രോച്ച്. ഇതെല്ലാം എവിടെയാ നമ്മൾ പഠിക്കുന്നത്? പൊളിറ്റിക്കൽ സയൻസിന്റെ ലെൻസിലൂടെയാണ് പരിശോധിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. എക്സിക്യൂട്ടീവിനെ എടുക്കുന്നു, ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്നറിയപ്പെടുന്ന കൺസെപ്റ്റിനെ എടുക്കുന്നു, ജുഡീഷ്യറി എന്നറിയപ്പെടുന്ന ഗവൺമെന്റ് സംവിധാനത്തെ പറ്റി എടുക്കുമ്പം അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കുന്ന ഒരു സമീപനമാണ് ലീഗൽ അപ്രോച്ച് അല്ലെങ്കിൽ നിയമപരമായ സമീപനം. ഈ ഒരു ഏരിയ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും ഈ ലെജിസ്ലേച്ചർ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ലെജിസ്ലേച്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ലോക്സഭ, രാജ്യസഭയെ പറ്റി പറയണം. ദെൻ അതിനുശേഷം എക്സിക്യൂട്ടീവിനെ പറ്റി പറയുമ്പം പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ് തുടങ്ങിയുള്ള കണ്ടന്റ് പഠിക്കും. ദെൻ അതിനുശേഷം ജുഡീഷ്യറി എന്നറിയപ്പെടുന്ന സംവിധാനത്തെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പം സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ജില്ലാ കോടതി, അങ്ങനത്തുള്ള സംവിധാനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കണം. ഇനി പറയുന്ന ലീഗൽ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട വക്താവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് നിയമജ്ഞനായ AV ഡൈസിയാണ്. ഈ AV ഡൈസിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളൊരു കണ്ടന്റ് പറയും, ഇക്വാളിറ്റി ബിഫോർ ലോ, അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതൊക്കെ വരും ക്ലാസ്സിൽ എടുത്തോളാം. അപ്പൊ ഈ പറഞ്ഞ ലീഗൽ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട വക്താവ് ബ്രിട്ടീഷ് നിയമജ്ഞനായ AV ഡൈസിയാണ് എന്ന വസ്തുത കൂടി മനസ്സിലാക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. ഈ സമീപനത്തിൽ ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു രാജ്യം പ്രവർത്തിക്കുന്നത് എല്ലായ്പ്പോഴും ഒരു ഔപചാരിക നിയമ ചട്ടക്കൂടിനുള്ളിൽ ആയിരിക്കും ആ രാജ്യത്തെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ഔപചാരിക നിയമ ചട്ടക്കൂടിന് പുറത്ത് പ്രവർത്തിക്കുന്ന കുറച്ച് ആശയങ്ങളുണ്ട്. അത് പൊതുജനാഭിപ്രായം. ഇപ്പൊ നോക്കൂ, നമ്മളൊരു ഏതെങ്കിലും ഒരു സംവിധാനത്തെ പറ്റി എടുക്കുക, ഒരു നിയമത്തെ പറ്റി നമ്മൾ എടുക്കുമ്പോൾ ആ നിയമത്തിനെതിരെ പറയുന്ന ഒരു അഭിപ്രായം കാണും. അത് പൊതുജനാഭിപ്രായമായിരിക്കും. പൊതുജനാഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിയമം നിർമ്മിക്കാൻ സാധ്യമല്ല. അനൗപചാരികമായിട്ടുള്ള പവർ ഡൈനാമിക്സിന്റെ കുറച്ച് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും. തൽപര ഗ്രൂപ്പുകൾ എന്ന് നമ്മൾ പറയുന്ന റബൽ ഗ്രൂപ്പുകൾ, സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും.
പിന്നീട് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തായിക്കോട്ടെ ഏത് രാജ്യത്തായിക്കോട്ടെ നിയമപ്രകാരം പൂർണ്ണമായിട്ട് നിയന്ത്രിക്കപ്പെടാത്ത മറ്റ് ഘടകങ്ങൾ എന്നിവയൊന്നും ഈ പറയുന്ന ലീഗൽ സമീപനത്തിൽ ഉൾപ്പെടുന്നില്ല. അപ്പം ലീഗൽ സമീപനം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന നിയമപരമായ സമീപനം എന്ന് പറഞ്ഞാൽ ഔപചാരിക നിയമ ചട്ടക്കൂടിന് അകത്ത് പ്രവർത്തിക്കുന്ന ആശയങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അവിടെ പൊതുജനാഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, അനൗപചാരികമായിട്ടുള്ള പവർ ഡൈനാമിക്സിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റു ഗ്രൂപ്പുകൾക്ക് ഇൻവോൾവ്മെന്റ് കൊടുക്കുന്നില്ല. നിയമപരമായിട്ട് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കപ്പെടുന്ന ഏതൊക്കെ ഘടകങ്ങളുണ്ടോ അതെല്ലാം ഈ സമീപനത്തിൽ ഉൾപ്പെടുകയും ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ പറയുന്ന നിയമപ്രകാരം പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടാത്ത മറ്റ് ഘടകങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊതുജനാഭിപ്രായമോ അനൗപചാരിക പവർ ഡൈനാമിക്സോ ഒന്നും തന്നെ ഈ സമീപനത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക. അതിനർത്ഥം ഇതിന് ഓപ്പോസിറ്റ് ഉള്ളവയെല്ലാം നിയമപരമായ സമീപനത്തിൽ ഉൾപ്പെടുന്നു എന്നല്ലേ. എക്സാമ്പിൾ ഇനി നമുക്ക് വേണ്ടത് മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ഒരു PYQ ആണ് ഇതിൻ്റെ ഈ ഒരു ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിൽ. ഇന്ത്യ ഏത് തരം എക്സിക്യൂട്ടീവ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്? ഇത് മുൻകാല വർഷ ചോദ്യമാണ്. HSA മത്സര പരീക്ഷ ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപകർക്കും അറിയാവുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യ ഏത് തരം എക്സിക്യൂട്ടീവ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ എ പാർലമെന്ററി വ്യവസ്ഥ, ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ വ്യവസ്ഥ, ഓപ്ഷൻ സി അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ, ഓപ്ഷൻ ഡി രാജകീയ വ്യവസ്ഥ. എന്തായാലും രാജകീയ വ്യവസ്ഥ എന്നറിയപ്പെടുന്ന ആൻസർ വരാൻ സാധ്യതയില്ല, നമ്മൾ വാക്കിൽ പോലും കേട്ടിട്ടില്ല. ദെൻ അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയെന്ന് നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ വരാൻ സാധ്യതയുള്ള എയും ബിയും ആണ്. ഇത് നമ്മൾ പഠിക്കേണ്ടത്. ഇന്ത്യ ഏതുതരം എക്സിക്യൂട്ടീവ് വ്യവസ്ഥയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഒരു പാർലമെന്ററി വ്യവസ്ഥ എക്സിക്യൂട്ടീവ് ആണ്. ഇന്ത്യ എല്ലായ്പ്പോഴും ഒരു പാർലമെന്ററി വ്യവസ്ഥ എക്സിക്യൂട്ടീവ് ആണ്. അതായത് നമ്മൾ പഠിക്കുമ്പം ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നാ പറയുന്നത്. ഇന്ത്യ ഏതുതരം എക്സിക്യൂട്ടീവ് വ്യവസ്ഥയാണെന്ന് ചോദിച്ചാൽ പാർലമെന്ററി, പ്രസിഡൻഷ്യൽ വ്യവസ്ഥയല്ല, പാർലമെന്ററി വ്യവസ്ഥയുടെ എക്സിക്യൂട്ടീവ് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് വാക്കൊന്ന് നോട്ട് ചെയ്തേക്കണം. റിയൽ എക്സിക്യൂട്ടീവ്, നോമിനൽ എക്സിക്യൂട്ടീവ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയുമാണ്. അപ്പം അങ്ങനത്തുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഉത്തരം എഴുതാൻ പറ്റണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കണ്ടന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റ് ടോപ്പിക്ക് കവർ ചെയ്ത് മാറ്റും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ക്ലാസ്, ഇതിന് നോട്ട്സ്, സിലബസ് കണ്ടന്റ്, കറണ്ട് അഫേഴ്സ്, തന്നിട്ടുള്ള റിനേസൻസ് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം ഉറപ്പായിട്ടും പഠിക്കുക. വരാൻ പോകുന്ന HSA മത്സര പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.